വികസനവും ജനതാൽപര്യവും വിപരീത ദിശയിലാകുമ്പോൾ എന്തു സംഭവിക്കും എന്നാണ് പുതുവൈപ്പ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ചോരയും കണ്ണീരും നൽകിക്കൊണ്ട് ഭരണകൂടം അവരുടെ നെഞ്ചത്തുകൂടി തേരോടിക്കുകയാണ് ഇവിടെ. സ്വാഭാവികമായും പോലീസ് തലവനും ഭരണപാർട്ടിയുടെ നേതാവും ഇവിടെ വികസന പക്ഷത്താണ്. എപ്പോഴും ജനപക്ഷം പറയുന്ന CPM നേതൃത്വം എത്രത്തോളം ജനത്തിനൊപ്പമാണെന്നതിൻ്റെ തെളിവ് കൂടിയാണ് പുതുവൈപ്പ്. കൺമുന്നിൽ പണിയുന്ന ഭീമാകാര ടാങ്കറിന്റെ പണി പൂർത്തിയാവുകയും അതിൽ വാതക ഇന്ധനം നിറയ്ക്കുകയും ചെയ്താൽ അത് തങ്ങളുടെ ജീവന് നിതാന്ത ഭീഷണിയായിരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നേരെയുള്ള ഭരണകൂട അതിക്രമത്തിന്റെ വേദനിക്കുന്ന ദൃശ്യങ്ങളാണിത്. സ്ത്രീകളും കുഞ്ഞുങ്ങളും പോലീസിന്റെ ക്രൂരതയ്ക്കിരയായത് അവർക്ക് ജീവിക്കാനുള്ള അവകാശം ചോദിച്ചു എന്ന കുറ്റത്തിനാണ്. അമ്പത് വർഷക്കാലമായി ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഇടയിൽ കല്ലുപാടത് ഇവിടം വരെ കടൽ വന്ന് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഈ സർക്കാർ സീവാളൊക്കെ കൊണ്ടുവന്നിട്ട് തന്ന് ഞങ്ങൾക്ക് കടലിൽ എടുത്തു പോകാതെ ഞങ്ങളുടെ വീട് കിട്ടി. അതിൻ്റെ ഇടയിലാണ് ഇപ്പം പോർട്ടിൻ്റെയാണ് ഈ കടൽ വെച്ച ഭൂമിയിൽ വീട് വെക്കാൻ വേണ്ടിയേ എന്തോരം ലക്ഷക്കണക്കിന് വീടില്ലാത്ത ജനങ്ങൾ ഇവിടെ കുറ്റിയടിച്ചെന്നറിയാമോ. എന്നിട്ട് ഈ പഞ്ചായത്ത് ഒരു ചെയ്യിപ്പിച്ചില്ല അത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ അയോസി വേണ്ട, ഞങ്ങൾക്കിത് എങ്ങനെയും പൂർണ്ണമായി നശിപ്പിച്ച് കളയണം. ഞങ്ങൾക്ക് ഇവിടെ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലം വരെ പിറന്ന മണ്ണിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ലാത്തിക്കിട്ട് ഇങ്ങനെ കുത്തിയോണ്ട് ഞങ്ങളിങ്ങനെ വീണിട്ട് ഇങ്ങനെ കുത്തി വീണിട്ട് ഇങ്ങനെ കാലം അങ്ങോട്ട് ഇടറിപ്പോയിട്ട് ഇപ്പം നടക്കാൻ പറ്റണല്ല, നടക്കണ ഒരു കണക്കിലാണ് ഞങ്ങൾ ഇപ്പം. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിലൊന്നാണ് പുതുവൈപ്പ്. അവിടെയാണ് IOC ഇന്ധന ടാങ്കുകൾ സ്ഥാപിക്കുന്നത്. ചുറ്റുപാടും താമസിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ സുരക്ഷയെക്കുറിച്ച് അവർക്ക് ബോധ്യമാകുന്ന ഒരു ഉറപ്പും ഇതുവരെ IOCയോ സർക്കാരോ നൽകിയിട്ടില്ല. ജനങ്ങളുടെ സമരത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പണി വീണ്ടും തുടങ്ങിയപ്പോഴാണ് ജനങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങിയത്. ഇവർക്ക് നേരെയാണ് ഒരു IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പോലീസ് വേട്ടപ്പട്ടികളെ പോലെ ചാടി വീണത്. നടന്നുകൊണ്ടിരിക്കുന്ന നരനായാട്ടം ആണ്. അതിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയെടുത്തുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ നിലപാട് സമരങ്ങളെ സംബന്ധിച്ച് പോലീസ് എങ്ങനെ ഇടപെടണം എന്ന് സംബന്ധിച്ച് പ്രഖ്യാപിത നിലപാടുണ്ട്. ആ നിലപാടിൽ ലംഘിക്കപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ബോധപൂർവം കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ പോലീസ് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഈ പ്രശ്നങ്ങളെല്ലാം ഗവൺമെൻറ് പരിശോധിക്കേണ്ടതാണ്. പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ശരിയായ രൂപത്തിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. മന്ത്രിയുടെ ഉറപ്പ് കാറ്റിൽ പറത്തിയതിനെ ചോദ്യം ചെയ്തതിനായിരുന്നു പോലീസിൻ്റെ രണ്ടാമത്തെ ആക്രമണം. ഹൈക്കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിന് ന്യായവും ഉണ്ടാക്കി. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ IOCയെ തടഞ്ഞ ജനങ്ങൾക്ക് കൊടും പീഡനവും നിയമനിഷേധികൾക്ക് പോലീസ് സംരക്ഷണവും എന്നതാണ് ആഭ്യന്തര വകുപ്പിൻ്റെ പൊതു ഭരണരീതി. പോലീസ് അതിക്രമത്തിന് ശേഷം ഒരു മന്ത്രിയുടെ ഉറപ്പിൽ പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിച്ച സമരസമിതിയെ നോക്കുകുത്തിയാക്കി IOC നിർമ്മാണ പ്രവർത്തനങ്ങൾ പിറ്റേന്നും തുടർന്നു. വീണ്ടും ജനങ്ങൾക്ക് പോലീസിന്റെ ക്രൂരത തന്നെ സമ്മാനമായി കിട്ടി. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ സർക്കാരുമായി ഉണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ അതിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ലംഘിച്ചിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ട്, സർക്കാർ എന്ന് പറയുന്നത് മന്ത്രിസഭ എന്ന് പറയുന്ന ഒരു കൂട്ടുത്തരവാദിത്തമാണ്. അത്തരൊരു കൂട്ടുത്തരവാദിത്തം ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്.
ഒരു കാട്ടിൽ ഒരു സിംഹം മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒട്ടനവധി സമരങ്ങളിലൂടെ കടന്നു വന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അഭിലഷണീയമല്ല. സമരസമിതിയുമായി ചർച്ച ചെയ്ത് എങ്ങനെ ഇനി മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ലെന്നാണ്. IOC അത്തരമൊരു സ്ഥാപനം അവിടെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുതുവൈപ്പിനെ സാധാരണ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് അതിനെതിരായ ചെറുത്തുനിൽപ്പ് ആരംഭിച്ചതാണ്. ഇവർ 200 മീറ്റർ വിട്ടാണോ പ്ലാന്റ് പണിയുന്നത്? നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ഗവൺമെൻറ്റിനാണ്. ഇത് സേഫാണോ? ഗവൺമെൻറ്റാണ് നോക്കേണ്ടത്. പക്ഷെ ഇവിടെ ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റ് അവരത് നോക്കുന്നില്ല. ഏകപക്ഷീയമായി ഇവർക്ക് സംരക്ഷണം കൊടുക്കാൻ തീരുമാനിക്കുന്നു. സർക്കാരിൻ്റെ ന്യായങ്ങൾ ഇവിടെ CPM പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും ബോധ്യമായിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന് മാത്രമല്ല, ഈ നാട്ടിലെ ജീവിതത്തിനൊപ്പം നിൽക്കുന്ന ആർക്കും ബോധ്യമാവുന്നതല്ല സർക്കാർ നിലപാട്. ഹൈക്കോടതി നിർദ്ദേശം പാലിച്ചതാണ് പോലീസ് എന്ന സർക്കാർ ന്യായം നിലനിൽക്കുന്ന ഒന്നല്ല. ഈ പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി നൽകുമ്പോൾ നൽകിയ ഉറപ്പുകൾ ലംഘിച്ചാണ് IOCയുടെ പദ്ധതി നടത്തിപ്പ്. നിബന്ധനകൾ അനുസരിച്ച് പണി നടത്താനാണ് ഹൈക്കോടതി നിർദ്ദേശം. എന്നാൽ നിബന്ധനകൾ പാലിക്കാതെ IOC നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കാനായിരുന്നു പോലീസ് ഇടപെടൽ. അതിനെതിരെ ഒരക്ഷരവും മുഖ്യമന്ത്രി ഇതുവരെ ഉരിയാടിയിട്ടില്ല. ഇതും ഒരു നിലപാട് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകൾ കടലവെപ്പ് ഭൂമിയിൽ ചേക്കേറിയിട്ട് അവരുടെ ജീവിതം കഴിച്ചുവിടുന്ന പ്രദേശമാണ്. ആ പ്രദേശത്ത് ഇങ്ങി താമസിക്കുന്ന പ്രദേശത്ത് ഇതുപോലത്തെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നമാണ്. കാരണം ഈ പ്രോജക്റ്റ് കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഈ പ്രോജക്റ്റ് വരുന്നതിനെക്കുറിച്ചുള്ള ആരും പറഞ്ഞിട്ടില്ല. കൂടാതെ തന്നെ ഇവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവർ ഇന്നേവരെ പറയുകയോ പ്രവർത്തനത്തിൽ വന്നിട്ടോ ചെയ്തില്ല. ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണം. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കാണണം. അവരുടെ കാര്യങ്ങൾക്കൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം. അല്ലാതെ ജനങ്ങളുണ്ടെങ്കിലേ സർക്കാരുള്ളൂ. ജനങ്ങളാണ് അവരെ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. കേരളത്തിൽ 51 തീരദേശ മണ്ഡലങ്ങളിൽ 39ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഈ മണ്ഡലമടക്കം, മുന്നണിയെ ജയിപ്പിച്ചതാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെയും ആ തീരദേശവാസികളുടെയും താല്പര്യങ്ങൾക്കാണ് സർക്കാർ ഊന്നൽ കൊടുക്കേണ്ടത്. അത്തരം കാര്യങ്ങളില്ലാതെ രുചിരേഖീയമായി ജീന് കെട്ടിയ ഒരു കുതിരയെപ്പോലെ ഞങ്ങൾ എങ്ങനെയും വികസിപ്പിക്കുമെന്ന ഒരു തീവ്രവാദ നിലപാടെടുക്കുന്നത് അങ്ങേയറ്റം തെറ്റായ ഒരു കാര്യമാണ്. ജനങ്ങൾ ഉണരുന്നതിനെ എന്നും പേടിക്കുന്ന ഭരണകൂടം അതിൻ്റെ സ്ഥിരം ആയുധവും ഇവിടെ പുറത്തെടുത്തിരിക്കുന്നു. തീവ്രവാദ നുഴഞ്ഞുകയറ്റം എന്ന സ്ഥിരം ആയുധം തന്നെയാണ് ഇത്. പക്ഷേ ഉദ്യോഗസ്ഥ മേധാവികളുടെ ഈ സ്ഥിരം സിദ്ധാന്തത്തെ CPM ഏറ്റെടുത്തെങ്കിലും ഘടകകക്ഷിയായ CPIക്ക് പോലും അത് ബോധ്യമായിട്ടില്ല. ജീവിതത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി സമരരംഗത്തിറങ്ങേണ്ടി വന്ന ജനങ്ങൾ തീവ്രവാദികളാണെന്ന പുത്തൻ കണ്ടുപിടുത്തവുമായി വന്ന DGP സെൻകുമാറിനെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും രംഗത്തെത്തി. ഇതോടെ ഭരണസാരഥികളുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്നത് പെരുന്നുണയാണെന്ന് വ്യക്തമായി. ഈ സമരത്തിന് പിന്നിൽ ഈ തീവ്ര സംഘടനകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവിടെ ഒരാളില്ലാത്തവരും സമരത്തിന് വരുന്നുണ്ട്. പോലീസ് ഒരു സ്ഥലത്ത് ഇത്തരം പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ പോലീസിനെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല, പോലീസിനെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ ശ്രമിക്കുക, പ്രധാനമന്ത്രി വരുന്ന സ്ഥലത്തേക്ക് കടക്കാൻ ശ്രമിക്കുക. അത് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലരുടെ നീക്കമാണ്. അത്തരം നീക്കത്തെ ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കും. സമരത്തിന് പിന്തുണയുമായി ഈ പ്രകടനം നടത്തുന്നത് CPIക്കാരും AIYF പ്രവർത്തകരുമാണ്. സ്വന്തം സർക്കാരിലെ പ്രബല ഘടകകക്ഷി തീവ്രവാദ പാളയത്തിൽ ചേക്കേറിയത് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ ആവോ? ജനജീവിതത്തിന് ദുസ്വപ്നമായ വികസനത്തെ പിന്തുണയ്ക്കുന്നവർ മാരകമായ രോഗം വന്നാൽ ആശുപത്രിയിലെത്തിക്കാൻ പോലും കഴിയാത്ത ജനങ്ങളുടെ വികസന ആവശ്യങ്ങൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇനി. കോട്ടയം, എറണാകുളം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ മുണ്ടാറിലെ ജനങ്ങൾക്ക് അവർ കഴിയുന്ന തുരുത്തിൽ നിന്ന് പുറത്തു കടന്ന് ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ പോലുമുള്ള സംവിധാനമില്ല. ഇവരുടെ വികസന പ്രശ്നങ്ങൾ ആരുടെയും ഉറക്കം കെടുത്തുന്നുമില്ല. ഇതാണ് കോട്ടയം വൈക്കം നിയോജക മണ്ഡലത്തിലുള്ള മുണ്ടാർ. കുട്ടനാടൻ പ്രകൃതി സൗന്ദര്യം ഒട്ടും ചോർന്നു പോകാത്ത സ്ഥലം. വേമ്പനാട് കായലിന്റെ കൈവഴിയായ കരിയാർ മുണ്ടാറിനെ ചുറ്റി ഒഴുകുന്നത്
ആരെയും ആകർഷിക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. നെൽകൃഷിയും മീൻപിടുത്തവും ജീവിതോപാധിയാക്കിയ സാധാരണക്കാരായ മനുഷ്യർ, കാലത്തിന്റെ മാറ്റത്തെ ഉൾക്കൊള്ളുന്ന പുതുതലമുറ. അങ്ങനെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് കോട്ടയം, എറണാകുളം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ മുണ്ടാറിൽ ഉള്ളത്. എന്നാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മുണ്ടാർ നിവാസികൾ അനുഭവിക്കുന്ന ദുരിത കഥകൾ പലപ്പോഴും നമ്മുടെ അധികാരികൾ കേൾക്കാതെ പോവുകയാണ്. ഒരു പാലത്തിന്റെ പേരിൽ കുടിവെള്ളമടക്കമുള്ള പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ജനതയായി ഇവർ മാറിയിരിക്കുന്നു. 2500 ഏക്കർ വരുന്ന മുണ്ടാറിൽ ഏകദേശം 400 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ജോലിക്കായി പോകുന്ന മുതിർന്നവർ, പഠനത്തിനായി പോകുന്ന കുരുന്നുകൾ, ഇവർക്കെല്ലാം ഇന്ന് മറുകരയിലെത്തണമെങ്കിൽ ജീവൻ പണയം വെക്കണം. ആഴമുള്ള കരിയാർ കടക്കണമെങ്കിൽ 2 വീപ്പകൾ കൂട്ടിക്കെട്ടിയ ഈ ചങ്ങാടത്തിൽ തന്നെ യാത്ര ചെയ്യണം. പലപ്പോഴും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ചങ്ങാടമല്ലാതെ മറ്റൊരു മാർഗവും പുറം ലോകവുമായി ഇവരെ ബന്ധിപ്പിക്കുന്നില്ല. ഈ സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേർക്ക്. ഒന്നാമത്തെ വിഷയം അതാണ്. പിന്നെ രണ്ടാമത് ആർക്കെങ്കിലും എന്തെങ്കിലും മേലാതെ വന്നു കഴിഞ്ഞാൽ 2-3 കിലോമീറ്റർ ദൂരത്തു നിന്ന് ഇവരെ വള്ളത്തേലോ അല്ലെങ്കിൽ എടുത്തുണ്ടോ വന്നിട്ട് വേണം. ഒന്നെങ്കിൽ വള്ളത്തേ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ അടുക്കാം, എഴുമാതിരത്തി ആശ്രയിക്കാം. എന്നാലും വണ്ടിയെ പിന്നെ ആശ്രയിച്ചേ പോകാൻ പറ്റുള്ളൂ. അത് ഒരു കുറച്ച് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട് ആശുപത്രിയിലൊന്ന് എത്തിപ്പെടാൻ. ഒരു ഡിസ്പെൻസറിയോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളോ ഒന്നുമില്ല ഈ എഴുമാതിരത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത്. 3 തലമുറകളായി ഒരു പാലമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ നടപടി സ്വീകരിക്കേണ്ടവർ പല കാരണങ്ങൾ പറഞ്ഞ് ഇവരെ ഒഴിവാക്കി. തിരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങളുമായി എത്തുന്ന രാഷ്ട്രീയക്കാരെ കണ്ടുമടുത്തവരാണ് ഇവർ. സ്കൂളിൽ പോകുന്ന കുട്ടികൾ വീടുകളിലേക്ക് മടങ്ങി വരുന്നതുവരെ മാതാപിതാക്കൾക്ക് ആദിയാണ്. മഴക്കാലങ്ങളിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ ആശുപത്രികളിലേക്കുള്ള യാത്രയും ദുസ്സഹം. പ്രായമായവരെയും രോഗികളെയും മറുകരയിലെത്തിക്കണമെങ്കിൽ ജീവൻ മരണ പോരാട്ടമാണ്. ആശ MLA ഞങ്ങൾക്ക് 38 ലക്ഷം രൂപ നമ്മുടെ നടപ്പാലം രീതിയിൽ അനുവദിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ നിരന്തരം MLA ആയിട്ട് ബന്ധപ്പെടുകയും ഞങ്ങളുടെ അനുഭവപൂർവ്വം അവർ നമുക്ക് അത് ആ ഫണ്ട് അനുവദിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊരു മൂവ്മെന്റ് നടക്കുന്നില്ല. അതിന് അവർ പറയുന്നത്, ഞങ്ങൾ അന്വേഷിച്ച് പറയുന്നത് അതിന്റെ പേപ്പർ വർക്കുകൾ അത് സർക്കാരിന്റെ കാര്യമാണ്, അതിൻ്റെതായ സമയമെടുക്കുമെന്ന് പറയുന്നത്. ഞങ്ങൾ എത്ര സമയം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ ഫണ്ട് അനുവദിച്ച് റോഡിന്റെ ആയാലും മറ്റുള്ള വർക്കുകൾ നടക്കുന്നു. എന്തുകൊണ്ട് മുണ്ടാറിലേക്ക് വരുന്ന വർക്കുകൾ മാത്രം താമസം? പാലം ഇല്ലാത്തതിനാൽ മറ്റു വികസന പ്രവർത്തനങ്ങൾക്കും സാധ്യതയില്ല. ഒരു അംഗൻവാടി മാത്രമാണ് ഇവിടെയുള്ള പൊതുസ്ഥാപനം. റേഷൻ കട പോലും ഇല്ല. പാലമില്ലാത്തതിന്റെ പേരിൽ മുണ്ടാറുകാർക്ക് മറ്റു വികസനങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. കോളനിക്കുള്ളിൽ ഇവർ യാത്ര ചെയ്യുന്നത് പാടവരമ്പുകളിലൂടെയും ബണ്ടുകളിലൂടെയുമാണ്. കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി ബണ്ട് റോഡ് നിർമ്മിക്കാൻ ചില നീക്കങ്ങൾ നടന്നെങ്കിലും പ്രധാന പാലമില്ലെന്ന കാരണം പറഞ്ഞ് അതും ഉപേക്ഷിച്ചു. അതേസമയം കോളനിക്കുള്ളിൽ റോഡില്ലെന്ന് പറഞ്ഞാണ് പാലത്തിന് അനുമതി നൽകാത്തതെന്നും ഇവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതൊന്നും നടക്കാതെ വന്നതോടെ സ്വന്തമായി ഒരു പാലം നിർമ്മിക്കാൻ ഇവർ തീരുമാനിച്ചു. എന്നാൽ പണമില്ലാത്തതിനാൽ അതും പാതി വഴിക്ക് മുടങ്ങി. ഈ എഴുമാന്തുരുത്തും മുണ്ടാർ ആയാങ്കുടി കടുത്തുരുത്തി വരെയുള്ള പ്രദേശങ്ങളിൽ നടന്ന് 1 ലക്ഷം രൂപയോളം ശേഖരിച്ച് കൊണ്ടുവന്ന് നാട്ടിൽ ഒരു കാലാണ് നിൽക്കുന്നത്. അത് ഞങ്ങൾ കൊണ്ട് നടക്കാതെ വന്നതിന് കാരണം ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾ അത് ഇടേണ്ടി വന്നു. ഞങ്ങൾ ഗവൺമെൻറ് തലത്തിലൊക്കെ ആലോചിച്ചെങ്കിലും അത് നടക്കാതെ വന്നത് ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്ന് അറിയിച്ചപ്പോൾ പഞ്ചായത്തുകാർ പറഞ്ഞൊരു ചെറിയ ഫണ്ട് നിങ്ങൾക്ക് തരാം, ഒരു 3 ലക്ഷം രൂപയുടെ ഫണ്ട് തരാമെന്ന് പറഞ്ഞു. ഈ ഫണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞ് എഞ്ചിനീയർ വന്ന് കണ്ടപ്പോൾ ആ പാലത്തെ എഞ്ചിനീയറിംഗ് വർക്കല്ലാത്തത് കൊണ്ട് ആ പാലത്തിന്റെ കാലയിൽ പാലം ചെയ്തു തരാൻ പറ്റുകയില്ലെന്ന് അവർ പറഞ്ഞു. നൂറ്റാണ്ടുകളായി പാലത്തിന് വേണ്ടിയുള്ള ഇവരുടെ ആവശ്യം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴും 50 ലക്ഷം രൂപ മുടക്കി ബോട്ട് ടെർമിനൽ നിർമ്മിക്കാൻ സർക്കാർ തയ്യാറായി. വിനോദസഞ്ചാരം ലക്ഷ്യമിട്ടാണ് ഇത്. പാലം എന്നത് സ്വപ്നങ്ങളിൽ മാത്രം ഒതുങ്ങിയപ്പോൾ മറ്റു വികസനങ്ങളും മുണ്ടാർ നിവാസികൾക്ക് നേരെ കണ്ണടച്ചു. വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണെങ്കിലും ശുദ്ധജലത്തിനായി ഇവർ ഇന്നും ബുദ്ധിമുട്ടുകയാണ്. കുടിവെള്ള പദ്ധതി ഒരെണ്ണം ഈ തുരുത്തിലെത്തിയെങ്കിലും ആഴ്ചയിൽ ഒരു തവണ മാത്രമാണ് വെള്ളമെത്തുന്നത്. തലച്ചുമടയാണെങ്കിലും ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കുടിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വടയാറ് വെള്ളം വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ വടയാറാണ് വെള്ളത്തിന് പോകുന്നത്. അവിടെ ചെന്ന് വെള്ളം കൊണ്ടുവന്നാണ് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് പാറ വെള്ളം വന്നത്. വെള്ളം ഇപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും വരുന്നത്, എന്നാലും ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നുണ്ട്.
400 കുടുംബങ്ങൾ ഉണ്ടെങ്കിലും ഒരു സർക്കാർ സ്ഥാപനം എന്ന് പറയുന്നത് ഈ അങ്കണവാടി മാത്രമാണ്. റേഷൻ കട പോലും ഇവിടെയില്ല. എന്തിനാ ഒരു പേപ്പർ ഏജന്റ് പോലും ഉണ്ടാറില്ല. ഞങ്ങളൊക്കെ പേപ്പർ വരുത്തുന്നുണ്ട്, അത് ഞങ്ങൾ എഴുമാന്തത്തിൽ ചെന്ന് രാവിലെ മേടിച്ചുകൊണ്ട് പോരണം. ഒരു ഏജന്റുമാരും പേപ്പർ ഏജന്റുമാരില്ലാത്ത ഒരു വാർഡാണ്. അപ്പോൾ തന്നെ അറിയാമല്ലോ, അവർക്ക് ഒരു സൈക്കിളിൽ പോലും വരാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ നിലവിൽ 38 ലക്ഷം രൂപ പാലത്തിനായി സ്ഥലം MLA അനുവദിച്ചുവെന്ന് പറയുമ്പോഴും ചുവപ്പ് നാടയിൽ കുടുങ്ങി അതും വൈകുകയാണ്. പാലമില്ലാത്തതിനാൽ തുടർ വികസന സാധ്യതകളും ഇല്ലാതാവുകയാണ്. ഗവൺമെന്റിന്റെ ഈ ഒരു സാങ്ഷൻ കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു വാക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ആസ്തി വികസനത്തിൽ നിന്ന് 38 ലക്ഷം രൂപയും അവരുടെ പാലത്തിന് അവർ ചോദിച്ച പൈസയാണ്. നമ്മളല്ലാതെ അങ്ങോട്ട് കൊടുക്കും, ഇത്ര മതി എന്ന് പറഞ്ഞ് കൊടുക്കുകയല്ല ചെയ്തത്. അവർ എസ്റ്റിമേറ്റ് ഉൾപ്പെടെ കൊണ്ടുവന്ന് തന്ന ആ വർക്കാണ്. അത്രയും പൈസയും നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ തുരുത്തിന് പുറത്ത് ജീവിത സൗകര്യങ്ങൾ ഒന്നൊന്നായി വികസിക്കുമ്പോഴും മുണ്ടാർ നിവാസികൾ അതിനൊക്കെ പുറത്തു തന്നെയാണ്. ഒരു പുഴയെയും അതിൻ്റെ തീരത്തെയും ചേർത്ത് പുഴ സംരക്ഷണത്തിൻ്റെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെയും പൊതുപാഠങ്ങൾ രചിക്കുകയാണ് കണ്ണൂരിലെ മുഴക്കുന്ന് പഞ്ചായത്ത്. ആ വിശേഷങ്ങളാണ് ഇനി. കണ്ണൂർ മുഴക്കുന്ന് പഞ്ചായത്തിൻ്റെ ജീവനാഡിയാണ് ഈ പുഴ. മഴക്കാലത്തു മാത്രമല്ല വേനൽക്കാലത്തും ഈ പുഴയിലുള്ള ജലസമൃദ്ധി ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള സ്രോതസ്സാണ്. മാത്രമല്ല 246 ഏക്കറുള്ള പുഴയോര പുറമ്പോക്ക് ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയുമാണ്. കേരളത്തിൽ എല്ലാ പുഴകൾക്കും സംഭവിക്കുന്നത് തന്നെ ഇവിടെയുമുണ്ടായി. പുഴ പുറമ്പോക്ക് വ്യാപകമായി കയ്യേറി മണലെടുത്ത് പുഴയുടെ ഒഴുക്കിനെ ശോഷിപ്പിച്ചു. ഈ പുഴയെയും പുഴയോരത്തെയും സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് പഞ്ചായത്ത് ഭരണസമിതി മാതൃകാപരമായ ഒരു പദ്ധതിയുടെ നടത്തിപ്പിലാണ് ഇന്ന്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പശ്ചിമഘട്ട നിരകളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നൊരു പുഴയാണ് ഈ പുഴ. കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഒരു പ്രസക്തിയും കൂടി ഈ പുഴയ്ക്കുണ്ട്. വാവേലിപ്പുഴയും ചീങ്കണ്ണിപ്പുഴയും കണിച്ചാർ പഞ്ചായത്തിൻ്റെയും കേളോം പഞ്ചായത്തിൻ്റെയും കാളികയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സംഗമിച്ച് ഒഴുകി വരുന്നുണ്ട്. അതിനോട് 1-2 ചെറിയ പുഴകളും ചേർന്ന് ഒഴുകുന്ന ജീവനുള്ള പുഴയാണ്. അതാണ് നിങ്ങളോട് ഇപ്പോഴും ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇന്നും ജലസമ്പത്തുണ്ട്. ഇതിൻ്റെ പ്രാരംഭമായിട്ട് ഞാൻ പറഞ്ഞ 1 ലക്ഷം രൂപ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കോടി ഇപ്പം ഈ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ വാഗ്ദാനം വന്നിട്ടുണ്ട്. പിന്നെ ഒരു 5 വർഷം കൊണ്ട് കുറഞ്ഞത് 5 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ജനങ്ങളുടെ ആകെ പിന്തുണ നേടിയെടുത്തുകൊണ്ടാണ് ഈ പദ്ധതിയുമായി പഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത്. കയ്യേറിയ പുറമ്പോക്ക് മുഴുവൻ തിരികെ പിടിച്ചു. അത് വിട്ടുകൊടുക്കുന്നതിൽ ജനങ്ങൾക്ക് മടിയുമുണ്ടായില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഇത് പുരത്തിരും തള്ളിയിട്ടിട്ടുണ്ട്. ആ തള്ള് കയ്യേറി കൃഷി ഇറക്കിയ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ സമീപ പ്രദേശത്ത്. അവരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഇത് നമ്മൾ തിരിച്ചളന്ന് തിട്ടപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത്. പുഴയോരത്തെ ജൈവ വൈവിധ്യം സംരക്ഷിച്ച് പ്രദേശവാസികൾക്ക് പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള തൊഴിൽ നൽകാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രദേശവാസികളായ ആളുകൾക്ക് തൊഴിൽ സാധ്യതകൾ കൂടി ഈ ഒരു പദ്ധതിയിൽ കൂടി ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. പ്രത്യേകിച്ച് മുള ഗ്രാമം പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി നമ്മുടെ പഞ്ചായത്തിൽ ഒട്ടനവധി പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ പരമ്പരാഗത അവരുടെ കുലത്തൊഴിലൊക്കെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവ് കാരണം നഷ്ടപ്പെട്ടു പോയ കുലത്തൊഴിൽ ഒരു പുനരുജ്ജീവനം കൂടി ഈ പദ്ധതി വഴി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ പദ്ധതിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. പദ്ധതി പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇതിന്റെ സാധ്യതകൾ. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രം, ആയിരക്കണക്കിന് ഭക്തരെത്തുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, പ്രദേശത്തെ പ്രസിദ്ധമായ കളരിപ്പയറ്റ് പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്താനാണ് പഞ്ചായത്തിന്റെ ആലോചന. ഈ മേഖല പൂമ്പാറ്റയുടെ വലിയൊരു മേള നടക്കുന്ന മേഖലയാണ്. ഏറ്റവും കൂടുതൽ പൂമ്പാറ്റയുടെ ആ സമ്പത്ത് നിലനിൽക്കുന്ന ഒരു പുഴയോരമാണ് ഈ വാവേലിപ്പുഴയുടെ ഈ പാലപ്പുഴയുടെ തീരം. അപ്പോൾ ആ പൂമ്പാറ്റയെ സംരക്ഷിച്ച് നിർത്താനും അതുങ്ങളെ നശിപ്പിക്കാതെ സംരക്ഷിച്ചു പോകാനും അതോടൊപ്പം അത്യപൂർവം പക്ഷികളുടെ ഒരു സങ്കേതം കൂടി ഇതിൻ്റെ താഴ്വശത്തുണ്ട്. ഒത്തിരി ഞങ്ങൾ വേനൽക്കാലത്ത് പോയപ്പോൾ തന്നെ കണ്ടതാണ്. ആ പക്ഷിയുടെ സങ്കേതം നിലനിർത്തിക്കൊണ്ട് പിന്നെ ഈ മേഖലയെ കുറച്ചുകൂടെ ഞങ്ങൾ വ്യത്യസ്തമായി കണ്ടിരിക്കുന്ന ഒരു പരിപാടി തീറ്റപ്പുൽ കൃഷിയാണ്.
സമീപത്തുള്ള നമ്മുടെ കർഷകർക്ക് അതൊരു ഗുണമാക്കി മാറ്റാനും ക്ഷീര വ്യവസായത്തെ ആ പശുവിനെ പരിപാലിക്കുന്നവർ കുറച്ച് സഹായമായി തീരാനും ഈ പ്രവർത്തനം ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ ഒരു പദ്ധതി നടപ്പിലാകലോടുകൂടി നമുക്ക് ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ ഒരു വലിയ മാറ്റത്തിനാണ് മുഴക്കുന്ന് പഞ്ചായത്ത് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മുഴക്കുന്ന് മുതുങ്ക ശൈലേശ്വരി ക്ഷേത്രവും അതോടൊപ്പം തന്നെ ആർളം വന്യജീവി സങ്കേതവും പഴശ്ശിരാജ കളരി അക്കാദമി ഉൾപ്പെടെയുള്ള ഒട്ടനവധി ടൂറിസം കേന്ദ്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് മുഴക്കുന്ന്. ജൈവ വൈവിധ്യങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശം എന്ന നിലയിൽ ഈ പ്രദേശത്തിന് ടൂറിസം മേഖലയിൽ വലിയ സാധ്യതകളാണ് ഞങ്ങൾ കാണുന്നത്. പ്രൊജക്റ്റിൻ്റെ സന്ദേശം എന്ന് വെച്ചാൽ നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രകൃതിയെ, പ്രത്യേകിച്ച് പുഴയോരത്തെ സംരക്ഷിച്ച് നിലനിർത്തണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാഴ്ചപ്പാട്. ഈ ശ്രമങ്ങളിലൂടെ മുഴക്കുന്ന് പഞ്ചായത്ത് കേരളത്തിനാകെ മാതൃകയാവുകയാണ്. എല്ലാവർക്കും അനുകരിക്കാൻ കഴിയുന്ന ഒരു മാതൃക. ഈ ലക്കം ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.